അറിവിന്റെ പൊന്നോണം ഇത്തവണ സിസിയോടൊപ്പം ഏറ്റവും മികച്ച ഓഫറുകളുമായി UGC നെറ്റ് 120 ഡേയ്സ് ബാച്ച് സ്റ്റാർട്ടിംഗ് ഓൺ സെപ്റ്റംബർ 18. ഓഫറുകൾ അറിയുവാൻ വിളിക്കൂ 9778826292. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് മിത്തു. ഞാനിന്ന് വന്നിരിക്കുന്നത് UGC നെറ്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. UGC നെറ്റിന്റെ ജനറൽ പേപ്പറിലെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എന്നുള്ളൊരു ടോപ്പിക് ഉണ്ടല്ലേ, നമ്മുടെ ടേബിളൊക്കെ തന്നിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് ടേബിൾ വിച്ച് കണ്ടെയ്ൻ ദ നമ്പർ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് പ്രിന്റഡ് ഇൻ ഈച്ച് പ്രിന്റിംഗ് പ്രസ് ആൻഡ് ദ നമ്പർ ഓഫ് ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ എ ഡേ ഇൻ എ പർട്ടിക്കുലർ സിറ്റി. ബേസ്ഡ് ഓൺ ദ ഡേറ്റ ഇൻ ദ ടേബിൾ ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോസ്. നോക്കിയേ, 4 ന്യൂസ് പേപ്പർ വന്നിട്ടുണ്ട്, WXYZ. അതിന്റെ എല്ലാം അത് എത്ര വെച്ച് പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് 5000 ന്യൂസ് പേപ്പേഴ്സ് W ഉണ്ട്, അതേപോലെ 10,000 X ഉണ്ട്, അതേപോലെ Y എന്നുള്ള ന്യൂസ് പേപ്പർ 10,000 ഉണ്ട്. ഇനി ഈ താഴെ നിൽക്കുന്നുണ്ട് ഓരോ സിറ്റിയിലും എത്ര വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. സിറ്റി 1 W എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പർ 1500 ഉണ്ട്, X എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പർ 3000 ഉണ്ട് അല്ലെ. അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ടേബിളിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is the ratio between total number of distributed newspapers W and total number of distributed newspaper Z? എന്താണ് ഡബ്ല്യുവിന്റെ ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ, എല്ലാ സിറ്റിയിലും കൂടെ ചേർന്ന് എത്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അതിന്റെയും ഇസഡിന്റെയും കൂടെ റേഷ്യോ കാണാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഡബ്ല്യുവിന്റെ ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്? സിറ്റി 1 1500, സിറ്റി 2 1000, സിറ്റി 3 500, സിറ്റി 4 500 അല്ലെ. എല്ലാം കൂടെ കൂട്ടിയിൽ എന്ത് വരും? 1500, 500, 2000 വരും, 3000 വരും, 3500. ഇത് 3500 ഉണ്ട്. ഏത്? WX. ഇനി ഇസഡ് എത്ര? ഇസഡ് വന്നിട്ട് ദാണ്ടെ 2000ഉം 4000. ക്ലിയർ അല്ലേ? 2000, 3000, 4000. ഇതിന്റെ രണ്ടിന്റെയും പ്രൊഡക്ഷൻ ഇങ്ങനെയാണ്. അപ്പൊ അതിന്റെ റേഷ്യോ ആണ് അല്ലെ, ഡിസ്ട്രിബ്യൂഷൻ ആണ് ഓരോ സിറ്റിയിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നതിന്റെ എണ്ണം അല്ലെ. ഇപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് W ബൈ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇസഡിന്റെ റേഷ്യോ ആണ് കാണാനുള്ളത്. ദാറ്റ് ഈസ് 3500 ബൈ 4000. കട്ടൊക്കെ ചെയ്യാമല്ലോ. സീറോസ് കട്ട് ചെയ്താൽ 35/40, 5 വെച്ച് കട്ട് ചെയ്താൽ 7/8. ഏത് വരും? ഓപ്ഷൻ എ 7:8 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ ഈ ചെയ്യുന്ന ഓരോ ഡേറ്റയും നമുക്ക് മറ്റുള്ള ക്വസ്റ്റ്യനിലൊക്കെ ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നിടത്ത് തന്നെ നമ്മളൊന്ന് സൂക്ഷിച്ചത് എവിടാണോ എഴുതുന്നത് അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. പിന്നീട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന് ഇതേ ഡേറ്റയൊക്കെ ആവശ്യം വരുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ന്യൂസ് പേപ്പർ Y ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ദ ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ? വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ പറയണം. Y എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പറിന്റെ ഡിസ്ട്രിബ്യൂഷൻ പറയണം വിത്ത് ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ. ടോട്ടൽ എത്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ അതിന്റെ എത്ര ശതമാനമാണെന്ന് പറയണം അല്ലെ. അപ്പം വൈയുടെ അപ്പം നമുക്ക് എന്ത് ചെയ്യണം? എല്ലാത്തിനെയും കണ്ടുപിടിക്കണം. വൈയുടെയും കണ്ടുപിടിക്കണം, ടോട്ടൽ കണ്ടുപിടിക്കണം, എല്ലാത്തിനെയും വേണം അല്ലെ. നമ്മൾ W കണ്ടുപിടിച്ചു. ഇനി X എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3000 ഉണ്ട്, 3500, 1500 ചേർത്ത് എത്ര വരും? 5000, 8000, 9000. ടോട്ടൽ 9000 ഉണ്ട്. ഇനി ഇവിടെ ആണെങ്കിലോ ഇതെന്ന് പറഞ്ഞാൽ 2000 വരും, 5000 വരും, 8500 അല്ലെ. ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ടോട്ടൽ എടുത്താൽ എന്ത് വരും? 35, 90, 85, 40 അല്ലെ. 2 0 നമുക്കുണ്ട്. 10, 12, 25, 25,000 എന്ന് വരും ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെ. ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ട് 25,000 വരും. വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ ടോട്ടലിന്റെ എത്ര ശതമാനമാണ് അല്ലെ. A ഈസ് വാട്ട് പെർസെന്റ് ഓഫ് B എന്നാണ് ചോദിച്ചിരിക്കുന്നത്. A ഈസ് വാട്ട് പെർസെന്റ് ഓഫ് B എന്ന് പറഞ്ഞാൽ എന്താ? A/B × 100 ചെയ്യുക അല്ലെ. ഇവിടെ എയുടെ സ്ഥാനത്ത് വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ, ബിയുടെ സ്ഥാനത്ത് ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെ. അപ്പൊ വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ എത്രയാണ്? 8,500. 8,500 ബൈ 25,000 × 100. ക്ലിയർ അല്ലേ? സോൾവ് ചെയ്യാം. 0 0 കട്ട് ചെയ്തു, ഒരു 0, ഈ 0 ഇവിടെ കട്ട് ചെയ്തു. ദെൻ 5 വെച്ച് കട്ട് ചെയ്ത് എന്ത് വരും? 1, 5, 35, 7, 170യും 5 അല്ലെ. 170 ഡിവൈഡ് ബൈ 5 എന്താണ്? 3, 15, 20, 34%. ഓപ്ഷൻ സി 34%. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ ചോദിക്കുന്ന വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ ടോട്ടലിന്റെ എത്ര ശതമാനമാണ്? വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിച്ചു, എല്ലാ ഡിസ്ട്രിബ്യൂഷനും നമ്മൾ കണ്ടുപിടിച്ചു.
ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ് വിച്ച് ആർ നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ടു എനി സിറ്റി? സിറ്റിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത ന്യൂസ് പേപ്പേഴ്സിന്റെ പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദിക്കുന്നത് അല്ലെ. അപ്പം നോക്കിയേ, W എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പർ 5000 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എത്രയാണ്? 3500 ആണ്. അപ്പം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത എത്രയാണ്? ഇതിൽ നിന്ന് കുറച്ചാൽ മതി അല്ലെ. 5000 മൈനസ് 3500 എത്ര വരും? 1500. ഇനി X എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പറിലോ 10,000 ഉണ്ട്, അതിൽ 9,000 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ, അപ്പം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്തത് 1000. ഇനി W എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പറിലോ 10,000 ഉണ്ട്, 8,500 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് 1,500. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ വന്നിട്ടോ 5,000 ഉണ്ട്, 1,000. അപ്പൊ ഇത്രയുമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്തത്. അപ്പൊ ടോട്ടൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത എല്ലാം കൂടെ എത്ര ഉണ്ട്? ദാറ്റ് ഈസ് ഇത് 3,000, 4,000, 5,000 അല്ലെ. 5,000 ഉണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്തത്, നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ്. അത് ടോട്ടൽ എന്ന് പറഞ്ഞാൽ എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് നോക്കണം അല്ലെ. അതാണ് ടോട്ടൽ ഇത്രയും അവര് എന്താണ് പ്രിന്റ് ചെയ്യുന്നുണ്ട്, അതിൽ ഇത്രയും ഓരോ ന്യൂസ് പേപ്പർ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അത് ടോട്ടലിന്റെ എത്ര അതിന്റെ ശതമാനം, എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ അതിന്റെ ശതമാനം അല്ലെ. അപ്പൊ ഇതെല്ലാം കൂടെ എത്ര ഉണ്ട്? 10,000, 10,000, 20,000, 5,000 കൂടെ എന്ത് വരും? 30,000 അല്ലെ. ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 30,000. അപ്പം 5,000 എന്ന് പറഞ്ഞാൽ 30,000ന്റെ എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എന്താണ് പെർസെന്റേജ് ഓഫ് ന്യൂസ് പേപ്പർ വിച്ച് ആർ നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ടു എനി സിറ്റീസ് കിട്ടും. അതായത് 5,000 by 30,000 into 100. സീറോസ് കട്ട് ചെയ്യാവില്ല, 3 zeros കട്ട് ചെയ്തു, ഒരു 0 ഇവിടെ കട്ട് ചെയ്തു, ദാറ്റ് ഈസ് 50 by 3. നമുക്ക് അപ്രോക്സിമേറ്റഡ് ആണ് അല്ലെ. അപ്രോക്സിമേറ്റഡ് ആണ് വാല്യൂ വരുന്നത്. എന്ത് വരും? 50 divided by 3 ചെയ്ത് നോക്കിയോളുക. 1, 3, 20 അല്ലെ. 16 പോയിന്റ് സംതിങ് ആയിരിക്കും വരുന്നത്. ഒരു ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് മീൻസ് 16.7 അല്ലെ. അപ്രോക്സിമേറ്റ്ലി 16.7. ക്ലിയർ ആണല്ലോ? നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്ക് UGC നെറ്റിന്റെ 120 ഡേയ്സിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യുന്ന നമ്മുടെ ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം CCയുടെ ഓണം ഓഫർ പ്രമാണിച്ച് നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ടോട് കൂടി തന്നെ ഈ കോഴ്സ് മേടിക്കാവുന്നതാണ്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഈ മാസം 14th ഓക്കെ. അപ്പൊ അതിന് മുന്നേ തന്നെ ഈ ഓണം ഓഫറോട് കൂടി നിങ്ങൾക്ക് ഈ 120 ഡേയ്സിന്റെ കോഴ്സ് മേടിക്കാവുന്നതാണ്. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം. വാട്ട് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ഈച്ച് സിറ്റി? ഓരോ സിറ്റിയിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ന്യൂസ് പേപ്പേഴ്സിന്റെ എണ്ണം വേണം. എന്താണ് അതിന്റെ ആവറേജ് കാണുന്നതിനാൽ അതിന്റെ എല്ലാം കൂടെ ടോട്ടൽ കണ്ടുപിടിക്കുക, എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ. എത്ര സിറ്റീസ് ഉണ്ട്? 4 സിറ്റീസ് ഉണ്ട്. അപ്പോൾ ഓരോ സിറ്റീസിൽ, അപ്പൊ സിറ്റി 1ൽ ഈ 4 ന്യൂസ് പേപ്പർ എത്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്യുക അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ആഡ് ചെയ്യാം. 3,500ഉം 1,500 ചേർത്ത് 5,000 ഉണ്ട്, 8,000, 9,000. അപ്പൊ ഇത് സിറ്റി 1ൽ 9,000 ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്. ഇനി സിറ്റി 2ലാണെങ്കിലോ ഇത് 5,000, 5,000ഉം 3,500 ചേർത്ത് 8,500 ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട് സിറ്റി 2ൽ. സിറ്റി 3ലാണെങ്കിലോ നോക്ക്, ദാറ്റ് ഈസ് ഇത് 2,000, ഇവിടെയും 2,000, 2,000ഉം കൂടെ 4,000. ഇനി സിറ്റി 4ലാണെങ്കിലോ ഇത് 1,000, 2,000ഉം 3,500 അല്ലെ. 3,500. ക്ലിയർ അല്ലേ? 2,000, 3,500. ഓക്കെ, അപ്പൊ ഇതാണ് സിറ്റി 1ൽ, സിറ്റി 2ൽ, സിറ്റി 3ൽ, സിറ്റി 4ലും കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിന്റെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ആവറേജ് കണ്ടുപിടിക്കണം. ദാറ്റ് മീൻസ് എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. എത്ര സിറ്റീസ് ഉണ്ട്? 4 സിറ്റീസ് ഉണ്ട് അല്ലെ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോൾവ് ചെയ്തേ. 0, 0, 10, 18, 22, 24 അല്ലെ. 25,000 വരും. അപ്പം 25,000 ആണ് ടോട്ടൽ സിറ്റീസിലെല്ലാം കൂടെ ഉള്ളത്. അതേ ബൈ എത്ര സിറ്റീസ് ഉണ്ട്? 4 സിറ്റീസ് ഉണ്ട്. ബൈ 4 ചെയ്യുക. ക്ലിയർ അല്ലേ? എന്ത് വരും ആൻസർ? 25,000 ബൈ 4 6,250 അല്ലെ. 6,200 ഡിവൈഡ് ചെയ്താൽ മതി. 6,250 ആണ് ആവറേജ് നമ്പർ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ഈച്ച് സിറ്റി. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ന്യൂസ് പേപ്പർ ഹാസ് ദ ഹയസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ? ഏത് ന്യൂസ് പേപ്പറിനാണ് ഹയസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളതെന്ന് നോക്കിയേ. W എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പറിൽ 5,000 അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിൽ 3,500 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ അല്ലെ.
10,000 ആണെങ്കിൽ 9,000 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇവിടെയും വൈയും 10,000 ഉണ്ട്, പക്ഷെ 8,500. ഇനി ഇവിടെ 5,000 ന്യൂസ് പേപ്പർ ഉണ്ട്, 4,000. അപ്പൊ ഏതാ കൂടുതൽ? അതായത് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നോക്കുക. അതിപ്പോ നമുക്ക് 10,000, ഇത് രണ്ടും നോക്കിയാൽ 10,000 ഉണ്ട്. ആ 10,000 9,000 ഹയസ്റ്റ് ആയിട്ട് വരുന്നത് ന്യൂസ് പേപ്പർ എക്സ് അല്ലെ. ന്യൂസ് പേപ്പർ എക്സ് ആണ് ഹയസ്റ്റ് പ്രൊഡക്ഷൻ നടത്തുന്നത്. അതായത് ഓപ്ഷൻ ഡി, ന്യൂസ് പേപ്പർ എക്സ്. ക്ലിയർ അല്ലേ? അപ്പം ഈ ഒരു ഡേറ്റ വെച്ചിട്ടുള്ള 5 ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ഇതേപോലെ നമുക്ക് ഈ ഒരു ടേബിളിൽ ആവശ്യമായിട്ടുള്ള നമ്മൾ ഒരു തവണ ചെയ്തതൊക്കെ നമുക്ക് ഇപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ഫസ്റ്റ് ഈ 2 ആദ്യത്തെ ക്വസ്റ്റിന് ചെയ്തു, ബാക്കി 2 നമ്മൾ 3ാമത്തെ ക്വസ്റ്റിന് ചെയ്തു അല്ലെ. അപ്പൊ അതിന്റെ ഡേറ്റകൾ നമുക്ക് കാണുന്നത് പോലെ നമ്മളിപ്പോ ഈ ഓൺലൈനായിട്ട് നമ്മളത് ചെയ്യുമ്പം നമുക്ക് പേപ്പറിൽ ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിൽ നമുക്ക് അതിങ്ങനെ എഴുതി വെക്കാം അല്ലെ. അപ്പൊ നിങ്ങളൊരു പേപ്പറിൽ അത് ചെയ്യുമ്പം ആ വാല്യൂസ് ഒക്കെ നമുക്ക് കാണുന്നത് പോലെ തന്നെ ആ ഒരു റഫ് പേപ്പറിൽ ചെയ്യുമ്പോൾ ഈ വാല്യൂസ് പിന്നീട് എടുത്ത് നോക്കാനാണെങ്കിലും അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യനിലായിരിക്കും ചിലപ്പോൾ അതിന്റെ ആവശ്യം വരുന്നത്. അപ്പോൾ അത് എവിടെ എഴുതിയെന്നുള്ളത് ക്ലിയർ ആയിട്ട് എഴുതിയാലേ നമുക്ക്, അല്ലെങ്കിൽ പിന്നെയും നമ്മൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പൊ നമ്മുടെ ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ 120 ഡേയ്സിന്റെ UGC നെറ്റിന്റെ ജനറൽ പേപ്പറിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് നല്ല സമയമുണ്ട് ഡിസംബറിലേക്ക് എല്ലാ സിലബസും നന്നായി പഠിച്ച് അതിന്റെ മോക്ക് ടെസ്റ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസും എല്ലാം നിങ്ങൾക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സാമിനെ ഫേസ് ചെയ്യാം. അപ്പം ഇതിന്റെ PDF നോട്ട്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.